പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ഏകാദശോധ്യായ. ശ്രീശുക ഉവാച അഥോസുരാ പ്രത്യുപലബ്ധചേതസ പരസ്യ പുംസ പരയാനുകമ്പയാ ജഗ്നുർഭൃശം ശക്രസമീരണാദയ താൻ രണേ യൈരഭിസംഹതാ പുരാ. അഥോ പിന്നീട് പരസ്യപുംസ പരമപുരുഷന്റെ പരയാ അനുകമ്പയാ വർദ്ധിച്ചിട്ടുള്ള കാരുണ്യം കൊണ്ട് പ്രത്യുപലബ്ധ ചേതസ വീണ്ടു കിട്ടിയിട്ടുള്ള മനക്കരുത്തോടു കൂടിയവരായ ശക്രസമീരണാദയ ഇന്ദ്രൻ വായു മുതലായിട്ടുള്ള സുരാ ദേവന്മാർ രണേ യുദ്ധത്തിൽ പുരായൈ ആദ്യം ആരോടായി അഭിസംഹത നേരിട്ട് തോറ്റിരുന്നുവോ താൻ അവരെയായി വൃഷം ജഗ്നു ശക്തിയോടെ പ്രഹരിക്കാൻ തുടങ്ങി. ആ മഹാബലിയുടെ മായാ ശക്തിയിൽ പെട്ടിട്ട് ദേവന്മാരെല്ലാവരും നേരത്തെ ആ തോറ്റ് പരവശരായി തീർന്ന സമയത്താണ് ഭഗവാൻ പെട്ടെന്ന് അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടത്. ആ ഭഗവാന്റെ ആ ദർശനം കൊണ്ട് ആ മായയെല്ലാം അസുരമായെല്ലാം പോയി എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ തന്നെ 2-3 അസുരന്മാരെയൊക്കെ കൊന്നു. കാലനേമി, അതുമാതിരി ആ മാല്യവാൻ, സുമാലി, അവരെയൊക്കെ ഭഗവാൻ നിഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ കൂടെ ആ ഭഗവാൻ തങ്ങളുടെ കൂടെ നിന്ന് മനസ്സിലായപ്പോഴേക്കും ദേവന്മാരായിട്ടുള്ള ഇന്ദ്രനും വായുവിനൊക്കെ വീണ്ടും പഴയ ശക്തിയും ധൈര്യമൊക്കെ തിരിച്ചു കിട്ടി. എന്നിട്ടോ അവർ ഓരോരുത്തരായിട്ട് വീണ്ടും പണ്ട് തങ്ങൾ ആരോട് യുദ്ധം ചെയ്യുന്നു അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഇപ്പോൾ അവിടെ പറയണത്. ആ ദേവാസുര യുദ്ധം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. വൈരോചനായ സംരബ്ധോ ഭഗവാൻ പാകശാസനം ഉദയച്ഛല്യതാവജ്രം പ്രജാഹേതി ചുക്രുചു. ആ ഭഗവാൻ പാകശാസനമല്ല, കഴിവുള്ള ഭഗവാൻ ശക്തിയുള്ള ആളാണ് ദേവേന്ദ്രൻ. അതാ പാകശാസനം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രനാണ്. സംരംഭ ആയതാണ് വളരെ കോപാവേശത്തോടു കൂടി വൈരോചനായ, അതായത് മഹാബലിയുടെ നേർക്ക് വജ്രം യഥാ ഉദയച്ച പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള വജ്രായുധത്തിന് ഓങ്ങി നിന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് പ്രജാ ഹാ ഹാ ഇതി ചുക്രുശു, കണ്ടുകൾ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് മുറവിളിച്ചു എന്ന് പറയുകയാണ്. വജ്രവാണിസ്തമാഹേദം തിരസ്കൃത്യ പുരസ്ഥിതം മനസ്വിനം സുസമ്പന്നം വിചരന്തം മഹാമൃതേ. അങ്ങനെ വജ്രായുധെടുത്ത് നിൽക്കുന്നിട്ടും ഇദ്ദേഹത്തിന് പരിഭ്രമമൊന്നുമില്ല. അതാണ് മനസ്വിനം സുസമ്പന്നം, അതായത് എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് മഹാമൃതേ വിചരന്തം, യുദ്ധത്തിൽ അങ്ങനെ വിലസിക്കൊണ്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മഹാമനസ്കരായിട്ടുള്ള മഹാബലിയെ കണ്ടിട്ട് എന്ത് ചെയ്തു? അനാദരിച്ച് വജ്രായുധധാരി ഇപ്രകാരം പറഞ്ഞു. ആ മഹാബലിയുടെ മഹത്വം മനസ്സിലാക്കിയാണ് എന്ന് തോന്നും ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. നടവൻ മൂട മായാഭിർ മായേശന്നോ ജിഗീഷസി ജിത്വാ ബാലൻ നിബദ്ധാക്ഷൻ നടോഹരതി തദ്ധനം. ഹേ മൂഢ എന്നൊക്കെ വിളിച്ചിട്ടാണ് വിളിക്കണത്. ഹേ മൂഢ മായേശാൻ നടവൽ മായാഭി ജിഗീഷസി. എന്താണ്? ഒരു മായാപ്രയോഗങ്ങളിലെല്ലാം മറുകര കണ്ടിട്ടുള്ള നമ്മളെ എങ്ങനെയാണ് ഒരു ചെപ്പടി വിദ്യക്കാരനെ പോലെ നടവൽ, അതാണ് നടവൽ പകിട്ടുകളെ മായാഭി ഇങ്ങനെ ഇതിൽ ചെപ്പടി വിദ്യകളെ കൊണ്ട് എന്നെ ജയിക്കാനാണോ എന്നെ ഭാവം ചോദിക്കുകയാണ്. നട ബാലാൻ നിബദ്ധാക്ഷാൻ ജിത്വാ തദ്ധനം ഹരതി. ആരെ ചെപ്പടി വിദ്യക്കാരെങ്ങനെ സാധാരണ എന്താ ചെയ്യുക? കുട്ടികൾ, അറിവില്ലാത്ത കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് അവരെയൊക്കെ എന്നെ കൺകെട്ട് വിദ്യകളൊക്കെ കാണിച്ചിട്ട് അവരെയൊക്കെ തോൽപ്പിച്ച് അവരുടെ ധനമൊക്കെ തട്ടിപ്പറിക്കാറുണ്ടല്ലേ. അതുമാതിരിയാണ് എൻ്റെ ഉദ്യമം. എൻ്റെ അടുത്ത് വെച്ചാൽ നടക്കില്ല എന്ന് പറയുന്നത്. കാരണം ഞാൻ മായയൊക്കെ അതീതനാണെന്ന് പറയുകയാണ്. ഈ ഇന്ദ്രന് മായയില്ലാണ്ട് ഇത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ്. അതൊക്കെ തൽക്കാലം ഇന്ദ്രൻ മറന്നിരിക്കണം. ഏതായാലും ആരുരുക്ഷന്തി മായാഭിൽ ഉത്സിസൃപ്സന്ധിയേ ദിവം തന്ദസ്യോൻവിദിനോമ്യജ്ഞൻ
പൂർവസ്മാച്ച പദാധധാ മായാഭി ഏ ദിവം ആരുരുക്ഷന്തി. തങ്ങളുടെ മായാവിദ്യകളുടെ കഴിവോടുകൂടി ശക്തിയോടുകൂടി ആരെല്ലാമാണോ ഈ ദിവം സ്വർഗത്തിലേക്ക് കയറി പറ്റുവാൻ ഇച്ഛിക്കുന്നതാണ് ആരുരുക്ഷന്തി. മാത്രമല്ല ഉത്സിസൃപ്സന്തിജ, അതിൻ്റെയും അപ്പുറത്തെത്താനും കൊതിക്കുന്നത് താൻ അജ്ഞാൻ. അത്തരം വിവരം ചേത്ത ദസ്യുൻ കള്ളന്മാരെ പൂർവസ്മാൽ പദാച്ച, ആദ്യത്തെ പദവിയിൽ നിന്ന് പോലും അധ കീഴ്പോട്ട് വിധിനോമി, ഞാൻ താഴ്ത്തേക്ക് അമർത്തി കളയുന്ന പറയുകയാണ് ഇന്ദ്രൻ. അതായത് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ മീതൊക്കെ നിങ്ങളുടെ കഴിവോട്ട് പോകുന്നു വിചാരിക്കുന്നു വേണ്ട, സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളെയൊക്കെ താഴ്ത്തേക്ക് ഓടിക്കുന്നു. സോഹം ദുർമായിനസ്തേദ്യ വജ്രേണ ശതപർവണ ശിരോ ഹരിഷ്യേ മന്ദാത്മൻ ഘടസ്വ ജ്ഞാതിഭിः സഹ. നീ വേണച്ചാലേ മന്ദാത്മൻ, മന്ദബുദ്ധിയായവനെ, നിന്നെ ഞാൻ ദുഷിച്ച മായാവിയായിട്ടുള്ള നിന്റെ ശിരസിനെ ശതപർവണ 100 മുനയുള്ള എൻ്റെ വജ്രം കൊണ്ട് ഇതാ ഹരിഷി, ഞാൻ അർക്കുക എന്ന് പറയുകയാണ്. ജ്ഞാതിവിസഹ, തൻ്റെ സ്വന്തക്കാരോട് കൂടിയിട്ട് ഘടസ് ഒത്തുചേർന്നാലെന്ന് പറയുകയാണ്. കാരണം പലരും പോയില്ലേ ബന്ധുക്കളൊക്കെ, അവരൊക്കെ മാതിരി നീയും അവരെ കൂടെയാണ് പൊക്കോളൂ എന്ന് പറയുകയാണ്. അല്ലാതെ നിങ്ങളോ സ്വന്തക്കാരുമായിട്ട് സംഘടിച്ച് നിന്നോളൂ, എന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് കാര്യമൊന്നുമില്ല, നിന്നെ ഞാൻ വധിക്കും ഈ വജ്രായുധം കൊണ്ട്. ഇങ്ങനെ വീരവാദം പറയണ ഇന്ദ്രൻ്റെ ഇത് വാക്ക് കേട്ടിട്ടേ, അതാണ് മനസ്വിനെന്ന് ആദ്യം പറഞ്ഞില്ലേ, ബലിക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല. എന്നിട്ടോ മനസാന്നിധ്യത്തോട് ബലി മറുപടി പറയാണ്. ബലിരുവാച സംഗ്രാമേ വർത്തമാനാനം കാലചോദിത കർമ്മണം കീർത്തിർജയോ ജയോ മൃത്യു സർവേഷം ശിരനുക്രമൽ. ഹേ ഇന്ദ്ര, ഒരു കാര്യം മനസ്സിലായിക്കോളൂ. കാലചോദിത കർമ്മ, കാലത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഓരോ കർമ്മങ്ങൾക്ക് അടിമപ്പെട്ട് സംഗ്രാമേ വർത്തമാനാനാം സർവേഷാം, ഇപ്രകാരമുള്ള യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നവർക്കെല്ലാം അനുക്രമാൽ, ക്രമപ്രകാരം കീർത്തി, ജയ, അജയ, മൃത്യുവാ. ചിലപ്പോൾ യശസ് ഉണ്ടായിന്ന് വരാം, ചിലപ്പോൾ വിജയം ഉണ്ടായിന്ന് വരാം, ചിലപ്പോൾ അപജയം ഉണ്ടായിന്ന് വരാം, ചിലപ്പോൾ മരണം തന്നെ സംഭവിച്ചു എന്ന് വരാം. സ്യു എന്നാണ് പറയുന്നത്. തദിതം കാലരസനം ജനാ പശ്യന്തി സൂരയ ന ഹൃഷ്യന്തി ന ശോചന്തി തത്ര യൂയം അപണ്ഡിത. അതുകൊണ്ട് തത് സൂരയ ജന, അറിവുള്ള വിവേകികളായിട്ടുള്ള ജനങ്ങൾ ഇതെല്ലാം കാലരസനം, കാലമാകുന്ന കയറുകൊണ്ട് കെട്ടിയതായി പശ്യന്തി, മനസ്സിലാക്കണു, കാണുന്നു, മനസ്സിലാക്കണം എന്ന് പറയണേ. അതുകൊണ്ട് അതിലവരാരും ന ഹൃഷ്യന്തി, അതായത് വിജയത്തിൽ സന്തോഷിക്കാറുമില്ല, പരാജയത്തിൽ ന ശോചന്തി, ദുഃഖിക്കാറുമില്ല. തത്ര യൂയം അപണ്ഡിത. ആ കാര്യത്തിൽ നിങ്ങളുണ്ടല്ലോ ഭവന്മാരെ, വിവേകികളാണ്. കുറച്ച് എന്തോ ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ ചാടി കളിച്ച് ബഹളം കൂട്ടില്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ജയാപജയം ഇതേ രീതിയിലുള്ള വർത്തമാനമാണ് വൃത്രാസുരൻ പണ്ട് ഇന്ദ്രനോട് പറഞ്ഞത്. യുദ്ധത്തിലുണ്ടല്ലോ ഒരിക്കലും ആർക്കും ജയമില്ല, ഒടുവിലുള്ള ജയം ആർക്ക് മാത്രമേ ഉള്ളൂ, ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് വൃത്രാസുരൻ ഇന്ദ്രനോട് അന്ന് ഉപദേശിച്ചുള്ളതാണ്. നവയം മന്യമാനാനാം ആത്മാനം തത്ര സാധനം ഗിരോവ സാധുചോച്യാനം ഗൃഹീമോ മർമ്മതാടന. തത്ര, അതിൽ ആത്മാനം സാധനം മന്യമാനാനം, അതായത് ഇതെല്ലാം കാലചോദിതം ആയിട്ടാണ് ഈ ജയവും പരാജയവും അതുമാതിരി സാഖ്യത സ്തുതിക്കപ്പെടലിൽ അതുമാതിരി അപകീർത്തി ഇതെല്ലാം വരും. അപജയം എന്നുണ്ടല്ലോ, ഇതൊക്കെ വരുന്നത് എപ്പോഴാണ്? കാലത്തിനനുസരിച്ചാണ്. അതൊക്കെ തത്ര അതിൽ ആത്മാനം സാധനം മന്യമാണ്, അതിലൊക്കെ തൻ്റെ കേമത്വം കൊണ്ടാണ് കാരണം അത് ഉണ്ടായത് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ സാധു ശോച്യാനം, സത്തുക്കളുടെ ദൃഷ്ടിയിൽ അവരെല്ലാം ശോച്യന്മാരാണെന്ന് പറയുകയാണ്. മർമ്മതാടന, ഭവാന്മാരുടെ ഈ മർമ്മഭേദങ്ങളായിട്ടുള്ള വാക്കുകളെ വയന്ന് ഗണ്യമാ, ഞാൻ സ്വീകരിക്കുന്നില്ല, അത് എൻ്റെ തൊലിപ്പുറത്തും കൂടി ഏശില്ല എന്ന് പറയുകയാണ്. എന്നെ ഇങ്ങനെ വല്ലാണ്ട് ഇതിൽ ക്രൂരമായിട്ട് എന്നെ അപമാനിച്ചുകൊണ്ടുള്ള വാക്കുകളുണ്ടല്ലോ, ഞാൻ ശ്രദ്ധിക്കണേ ഇല്ല. ശ്രീശുകൗവാച ഇത്യാക്ഷിപ്യ വിഭും വീരോ നാരാജൈർവീരമർദ്ദന ആകർണപൂരൈരഹനൽ ആക്ഷേപൈരാഹതം പുനാ. ഇതാണ്
ഈ മഹാബലിയുടെ വാക്കുകളിൻ്റെ ഉദ്ദേശം എന്താണ്? ഇങ്ങനെ വെറുതെ വായിട്ടടിച്ചിട്ട് അല്ല കാര്യം, അവനവൻ്റെ കേമത്തെ എന്തിൽ കാണിക്കലാണ്? ആയുധപ്രയോഗം കൊണ്ടാണ് യുദ്ധത്തിൽ തൻ്റെ കേമത്തെ കാണിക്കേണ്ടതാണ് ധ്വനി. എന്നിട്ട് ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഇത്യാക്ഷിപ്യ വിഭും, ഇങ്ങനെ വീരന്മാരെ മർദ്ദിക്കുന്ന വീരനായിട്ടുള്ള ബലി വിഭും ഇതി ആക്ഷിപ്യ, ഇന്ദ്രനെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് ആക്ഷേപൈർ ആഹതം, അങ്ങനെ ആ ആക്ഷേപത്താൽ തന്നെ പ്രഹരിക്കപ്പെട്ട ഇന്ദ്രനെ ആകർണപൂരൈ നാരാജ, അതായത് ചെവി വരെ അങ്ങനെ വലിച്ച് വില്ലിന്ന് വിട്ടുള്ള ഞാണ് വിട്ടുള്ള അസ്ത്രങ്ങളാൽ നാരാജൈ അഹനൽ പ്രഹരിച്ചു എന്നാണ്. ഏവം നിരാകൃതോ ദേവോ വൈരിണാ തഥ്യവാദിന നാമൃഷ്യത്തധിക്ഷേപം തോത്രാഹതൈവ ദ്വിവാ. തഥ്യവാദിന നല്ല സത്യം പറയുന്നതായിട്ടുള്ള വൈരിണ, ഈ ശത്രുവിനാൽ ഏവം ഇപ്രകാരം ധിക്കരിക്കപ്പെട്ട ദേവേന്ദ്രൻ തത് അധിക്ഷേപം, ആ അധിക്ഷേപത്തെ തോത്രാഹത ദ്വിവൈവ, ആ കുന്തം കൊണ്ട് പ്രഹരമേറ്റുള്ള ഒരു ആനയെ പോലെ ആമൃഷ്യൽ സഹിച്ചില്ല, പൂർത്തതയില്ല എന്ന് പറയുകയാണ്. എന്നിട്ടോ പ്രാഹരൽ കുലിശം തസ്മാ അമോഘം പരമർദ്ദന സയാനോ ന്യപതൽ ഭൂമോ ഛിന്നപക്ഷൈവാചല. പരമർദ്ദന, അങ്ങനെ ശത്രുക്കളെ അമർത്തുന്ന ഇന്ദ്രൻ തസ്മൈ, അതായത് ബലിയുടെ നേർക്ക് അമോഘം കുലിശം, അതായത് വ്യർത്ഥമാകാത്ത തൻ്റെ വജ്രായുധത്തെ, കുലിശിച്ച വജ്രായുധം അതിനെ പ്രാഹരൽ പ്രയോഗിച്ചു. ഛിന്നപക്ഷ അജല ഇവ, ചിറകറ്റ പർവ്വതം പോലെ സയാന വാഹനത്തോടുകൂടി ബലി ഭൂമൗ ന്യപതൽ, ഭൂമിയിൽ അങ്ങോട്ട് മറിഞ്ഞു വീണു. സഖായം പതിതം ദൃഷ്ട്വാ ജംഭോ ബലിസഖ സുഹൃൽ അഭ്യയാൽ സൗഹൃദം സഖ്യുർ ഹതസ്യാഭിസമാചരൻ. പതിതം സഹായം ദൃഷ്ടു, അപ്പോൾ അവിടെ അങ്ങനെ മഹാബലി തൻ്റെ തേരോടുകൂടി താഴ്ത്തി വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അങ്ങനെ ബലിയെ കണ്ടിട്ട്, തൻ്റെ ചങ്ങാതിയായിട്ട് ബലിയെ കണ്ടിട്ട് ബലിയുടെ ഉറ്റ തോഴനായിട്ടുള്ള സുഹൃത്തുമായിട്ടുള്ള ജംബാസുരൻ ഹതസ്യബി, വധിക്കപ്പെട്ടവനെങ്കിലും സഖ്യു സൗഹൃദം, ആ സഖാവിൻ്റെ സൗഹൃദത്തെ സമാചരൻ ചെയ്യുവാൻ അഭ്യയാൽ ഒരുങ്ങിച്ചെന്നു. എന്ന് വെച്ചാൽ തൻ്റെ ചങ്ങാതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെ വീണ് കിടക്കുന്നത്, അയാളെ സഹായിക്കണം എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്തു? വേഗം അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വേണ്ടി ഇന്ദ്രനെ നേരിക്കാൻ വരികയാണ്. സസിംഹവാദ ആസാദ്യ ഗദാമുദ്യമ്യ രംഭസ ജത്രാവതാടയൽ ചക്രം ഗജം ച സുമഹാബല, അത്യന്തം ബലശാലിയായിട്ടുള്ള സിംഹാരൂഢനായിട്ടുള്ള ആ ജമ്പൻ എന്താണ് ഗദാം ഉദ്യമം, നല്ല ഗതയെ ഓങ്ങിപ്പിടിച്ച് രംഭസ ആസാദ്യ വേഗത്തോടെ കൂടെ പാഞ്ഞു ചെന്നിട്ട് ശക്രം ജത്രൗ അതാടയൽ ഗജം ച, അങ്ങനെയാണ് ശക്രം ഗജൗ ജത്രൗ ഗജം ച എന്നല്ലാതെ, അതായത് ആനയ്ക്കും അതായത് ശക്രൻ്റെ താടിയല്ലെങ്കിലും ആനയുടെ ശരീരത്തിനും കൂടിയാണ് തൻ്റെ ഗതയോണ്ടാണ് പ്രയോഗിച്ചത്. ഗദാപ്രഹാരവ്യതിതോ ഭൃശം വിഹ്വലിതോ ഗജ ജാനുഭ്യം ധരണിം സ്പൃഷ്ട്വാ കസ്മലം പരമം യയൗ. ആ അടിയങ്ങട് കൊണ്ടിട്ട ഗദാപ്രഹാരവ്യതിത, വേദനിച്ച് പൊളഞ്ഞ് ഭൃശം വല്ലാതെ വിഹ്വല പരവശനായുള്ള ഗജ ഐരാവതം ജാനുഭ്യാം ധരണീം സ്പൃഷ്ട, കാൽമുട്ടുകളെ കൊണ്ട് ഭൂമിയിൽ അങ്ങോട്ട് സ്പരിശിച്ച് പരമം കാശ്മലം ജയ്യോ, അങ്ങോട്ട് കുഴഞ്ഞങ്ങോട്ട് മുട്ടുകുത്തി അങ്ങോട്ട് വീണു ആന എന്ന് പറയുകയാണ്. വല്ലാത്ത വിഷമാവസ്ഥയെ പ്രാപിച്ചു. തഥോരഥോ മാതലിന ഹരിർഭിർ ദശശതൈർവൃതം ആനീതോ ദിവമുത്സൃജ്യ രഥമാരുരുഹേ വിഭോ. അത് കണ്ടപ്പോഴേക്കും ഉടനെ തന്നെ മാതലിന ദശശതൈ ഹരിഭി വൃത രഥ, ആ മാതലി അപ്പോഴേക്കും ഇത് കണ്ടിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രൻ്റെ തേരാളിയാണ് മാതിരി, വേഗം 1000 കുതിരകളെ പൂട്ടിയിട്ടുള്ള വലിയൊരു തേര അങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടോ ദ്വീപം ഉത്സരിച്ച് ആ വീണ് കിടക്കുന്ന ആനയെ വിട്ടിട്ട് വിഭു ഇന്ദ്രൻ രഥം ആ രഥത്തിലേക്ക് അങ്ങോട്ട് മാറിക്കയറി. തസ്യതൽ പൂജയൻ കർമ്മ യന്തുർദാനവസത്തമം ശൂലേന ജ്വലതാം തം തു സ്മയമാനോഹനൻ മൃധേ. തസ്യ യന്തു, ആ സാരഥിയുടെ തൽക്കർമ്മ, അതായത് മാതിരിയുടെ ആ ശ്രേഷ്ഠമായുള്ള കർമ്മമുണ്ടല്ലോ, പെട്ടെന്ന് തൻ്റെ നാഥനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തേര് കൊണ്ട് വന്നില്ല, അത് കണ്ടിട്ടുള്ള ആ പ്രവൃത്തിയെ പൂജയെ ആദരിച്ചുകൊണ്ട് തന്നെ, ആ വേണ്ട നല്ല രീതി മാനിച്ചുകൊണ്ട് തന്നെ ദാനവസത്തം, ആ അസുരശ്രേഷ്ഠ
ശ്രേഷ്ഠൻ ജംബൻ സ്മയമാന പുഞ്ചിരിച്ചുകൊണ്ട് തം തു അവനെയും ജ്വലതാശൂലേന മൃധേ അഹനൽ നല്ല ജ്വലിക്കുന്ന തൻ്റെ ശൂലം കൊണ്ട് ആ യുദ്ധത്തിൽ അങ്ങോട്ട് പ്രഹരിച്ചു മാതലിയെ. സേഹേരുജം സുദുർമർഷം സത്വമാലംബ്യമാതലി ഇന്ദ്രോ ജംബസ്യ സംക്രുദ്ധോ വജ്രേണാവാഹരൽ ശിരാ. മാതലി എന്ന് പറഞ്ഞാൽ നല്ല സാരഥിയാണ്, ഇന്ദ്രന്റെ സാരഥിയാണ്. അപ്പോൾ സത്വം ആലംബ്യം നല്ല മനോധൈര്യത്തോട് കൂടിയിട്ട് സുദുർമർഷം രുജം സേഹെ ആ അതികഠിനായിട്ടുള്ള ശൂലം കൊണ്ടുള്ള വേദന ഉണ്ടല്ലോ അതിനെ സേഹെ സഹിച്ചു എന്നാ പറയണത്. അത് തൻ്റെ തേരാളിക്ക് നേരെ ഇങ്ങനെ പ്രയോഗിച്ചത് കണ്ടിട്ട് സംക്രുദ്ധ ഇന്ദ്ര കോപാകുലനായിട്ടുള്ള ഇന്ദ്രൻ വജ്രേണ ജംബസ്യ ശിര അപാഹരൽ തൻ്റെ വജ്രായുധം കൊണ്ട് ഈ ജംബന്റെ ശിരസും അങ്ങോട്ട് അറുത്തു. ജംബം ശ്രുത്വാഹരം തസ്യ ജ്ഞാതയോ നാരദാദൃശേ നമുജിശ്ച ബലപ്പാക തത്രാവേരുസ്വരന്വിത. നാരദാൽ ഋഷേ നാരദ മഹർഷിയിൽ നിന്ന് ജംബാസുരൻ കൊല്ലപ്പെട്ടതായി ശ്രുത്വ കേട്ടിട്ട് തസ്യ ജ്ഞാത അവൻ്റെ ബന്ധുക്കളായ നമുചി ബലച്ച വലൻ എന്ന് പറയും, പാക നമുചി വലൻ പാകൻ എന്നിവരെല്ലാവരും ഈ ജംബാസുരൻ്റെ ചങ്ങാതിമാരാണ്. ത്വരാന്വിത തത്ര ആവേതു വേഗത്തിൽ അവിടെ ഇങ്ങോട്ട് ചാടിയെത്തി എന്ന് പറയുകയാണ്. വചോഭി പരുഷൈർ ഇന്ദ്രം ഇന്ദ്രം അർദ്ധയന്തോസ്യ മർമ്മസോ ശരൈരവാകിരന്മേഘ ധാരാഭിരിവ പർവ്വതം. പരുഷൈ വചോഭി ഇങ്ങനെ പരുഷമായിട്ടുള്ള വാക്കുകളാൽ അസ്യ മർമ്മസു അർദ്ധയന്ത ഇന്ദ്രൻ്റെ മർമ്മങ്ങളിൽ അങ്ങനെ മർദ്ദിച്ചുകൊണ്ട് മേഘ ധാരാഭി പർവ്വതം ഇവ മേഘങ്ങൾ മഴ കൊണ്ട് വർഷധാരകളെ കൊണ്ട് പർവ്വതത്തെ ഒന്നോണം ശരൈ ഇന്ദ്രം അവാഹിരൻ ആ തങ്ങളുടെ കൈകളിലുള്ള ശരങ്ങൾ പലതരത്തിലുള്ള ശരങ്ങളെ കൊണ്ട് ഇന്ദ്രനെ ആകെ മൂടി. ഹരിന്ദശതാന്യാജൗ ഹര്യശ്വസ്യ ബലശരൈ താവൽഭിർ അർദ്ധയാമാസ യുഗവൽ ലഘുഹസ്തവാൻ വല അതായത് നല്ല സ്വാധീനമുള്ള കൈകളുള്ള വലാസുരൻ ആജൗ യുദ്ധത്തിൽ ഹര്യശ്വസ്യ ദേവേന്ദ്രൻ്റെ ദശശതാനി ഹരീൻ 1000 ഹരികളെന്ന പേരുള്ള കുതിരകളെ താവൽ അത്രയും തന്നെ ശരങ്ങളാൽ യുഗവൽ അർദ്ധയാമാസ ഒന്നിച്ച് ഇത് മുറിച്ചു പറയുകയാണ്. ഈ അരി എന്നുള്ള അശ്വങ്ങളുള്ളതുകൊണ്ടാണ് ഇതിന് ഹര്യശ്വൻ എന്നുള്ള പേരും വന്നത്. അപ്പം അങ്ങനെ ഹര്യശ്വൻ്റെ ഈ ശതം അശ്വങ്ങളെ അരി എന്ന് പേരുള്ള കുതിരകളെയാണ് ഈ വലൻ തൻ്റെ ശരങ്ങളെ കൊണ്ട് മുറിച്ചു കളഞ്ഞത്. ശതാഭ്യം മാതലിം പാകോ രഥം സാവയവം പൃഥക് സകൽ സന്താനമോക്ഷേണ തദദ്ഭുതമൂല്യണേ. പൃഥക് ശതാഭ്യാം പാക അതായത് പാകാസൻ എന്ത് ചെയ്തു ഓരോന്നായിട്ട് 100 വീതം ശരങ്ങളാൽ മാതലിം സാവയവം രഥം മാതലിയും അതുമാതിരി പലവിധം അംഗങ്ങളുള്ള രഥത്തെയും എയ്തു. രണേ സകൽ സന്താനമോക്ഷേണ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഒറ്റ സമയത്ത് ഇത്രയും തൊടുത്തു വിട്ടതിനാൽ തത് അത്ഭുതം വല്ലാത്തൊരു അത്ഭുതമായി തീർന്നു എന്ന് പറയുകയാണ്. തേരിനെയും തേരാളിയും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ആയുധങ്ങളെ കൊണ്ടുപോയത് അമ്പുകളെ കൊണ്ടാണ് അത് പ്രഹരിച്ചപ്പോഴേ നമുജി പഞ്ചദശവി സ്വർണപുങ്കൈർമഹേരുഭി ആഹത്യ വെനദൽ സംഖ്യേ സതോയ ഇവതോയത. ആ സമയത്ത് ആ മൂന്നാമത്തെ ചങ്ങാതിയുള്ള നമുജി എന്ത് ചെയ്തു യുദ്ധത്തിലെ സ്വർണപുങ്കൈ പഞ്ചദശവി മഹേഷുബി നല്ല സ്വർണ്ണ നിർമ്മിതങ്ങളായിട്ടുള്ള പിടികളോടുകൂടിയ 15 മഹാസ്ത്രങ്ങളാൽ ആഹത്യ പ്രഹരിച്ച് സതോ ജലാംശമുള്ള തോയത ഇവ ജലാംശമുള്ള കാർമേഘം പോലെ വെനതൽ അങ്ങനെ ഇടിമുഴക്കത്തിൻ്റെ രീതിയിൽ അങ്ങനെ ശബ്ദിക്കാനും തുടങ്ങി നമുജി. ഇങ്ങനെ സർവതശരകൂടേന ചക്രം സരഥസാരഥിം ഛാദയാമാസുരസുര പ്രാവൃൽ സൂര്യമിവ അമ്പുത. പ്രാവൃൽ സൂര്യം അമ്പുത ഇവ അതായത് വർഷകാലത്തെ ആ ആദിത്യനെ എങ്ങനെ മഴക്കാറുകൾ വന്ന് അങ്ങനെ മൂടണു അതുമാതിരി അസുരന്മാരെല്ലായിടത്തു നിന്നും സരഥസാരഥിം രഥത്തോടും സാരഥിയോടും കൂടിയ ശക്രം ശരകൂടേന ഛാദയാമാസു ഈ മേഘങ്ങളെ പോലുള്ള അസ്ത്ര സമൂഹങ്ങളെ കൊണ്ട് ഈ ഇന്ദ്രനെ അങ്ങോട്ട് മൂടി എന്ന് പറയുകയാണ്. ആ മഴക്കാലത്ത് സൂര്യനെ കാർമേഘങ്ങൾ മൂടണമാതിരി
അലക്ഷയന്തം അലക്ഷയന്തസ്തമതീവ വിഹ്വലാ വിചുക്രുസു ദേവഗണാ സഹാനുഗ അനായക ശത്രുബലേന നിർജിത വണിപഥ ഭിന്നനവോ യഥാർണവേ. ഇപ്രകാരം ഈ ശത്രുബലേന നിർജിത, ശത്രു സൈന്യത്താൽ ജയിക്കപ്പെട്ടവരും അനായക നാഥനില്ലാതമായ നേതൃത്വത്തിന് ആളില്ലാത്തവരുമായ സഹ അനുഗ ദേവഗണ അനുഗാമികളോട് കൂടിയിട്ടുള്ള ദേവഗണങ്ങൾ തം അലക്ഷയ ഇന്ദ്രനെ കാണാൻ നായകൻ ഇന്ദ്രനാണ്. ഇന്ദ്രൻ പറഞ്ഞില്ലേ ഈ ശരകൂടങ്ങളെ കൊണ്ടാണ് ഇന്ദ്രനെ ഇങ്ങോട്ട് മൂടിയപ്പോൾ ഇന്ദ്രനെ കാണാതെ അതീവ വിഹ്വല എന്നിട്ടോ പരവശരായി തീർന്നു. അവരിൽ അർണവേ ഭിന്നനവ വണിപ്പത, അതായത് കടലിൽ ഒരു കപ്പൽ തകർന്നു പോയിട്ടുള്ള കച്ചവട സംഘങ്ങൾ എപ്രകാരമോ അതുപോലെ വിചുക്രുശു മുറവിളി കൂട്ടി എന്ന് പറയുകയാണ്. തതസ്തുരാഷാഡിഷു ബദ്ധപഞ്ചരാൽ വിനിർഗത സാശ്വരതദ്വയഗ്രണീ ബഭൗദിശക്കം പൃഥിവീം ചരോചയൻ സ്വതേജസാ സൂര്യൈവ ക്ഷവാത്യയേ. തഥ അതിൽ പിന്നെ പെട്ടെന്ന് അതിൽ ഇഷുബന്ധ പഞ്ചരാൽ ഇങ്ങനെ ഈ അമ്പുകളാൽ അങ്ങനെ നിർബന്ധമായിട്ടുള്ള ആ കൂട്ടിൽ നിന്ന് സാശ്വരതദ്വയ അഗ്രണി കുതിരകളെ തേരെ കൊടി സാരഥി ഇവയോടൊത്ത് പുറത്തേക്ക് വന്നു. ആര്? വിനിർഗത തുരാഷാട്ട്, അതായത് ഇന്ദ്രൻ്റെ വേറൊരു പേരാണ് തുരാഷാട്ട്. അങ്ങനെ ഇന്ദ്രൻ പുറത്തു വന്നു. എങ്ങനെ? ദിശ കം പൃഥിവീം ച, ആ ദിക്കുകളെയും ആകാശത്തെയും ഭൂമിയും എല്ലാം സ്വതേജസാരോച, തൻ്റെ തേജസ് കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് രാത്രിയുടെ അന്ത്യത്തിലെ ക്ഷവാത്യയെ സൂര്യൈവാം, അതായത് പ്രഭാതത്തിൽ അങ്ങനെ രാത്രി കഴിഞ്ഞാൽ ഇത് സൂര്യൻ ഉദിച്ചു വരിക, അതുമാതിരി സൂര്യ സൂര്യനെ തമ്മിൽ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തേക്കാണ് വന്നു എന്ന് പറയുക. നിരീക്ഷ്യപ്രദനം ദേവ പരൈരഭ്യർത്ഥിതം രണേ ഉദയച്ഛലിപും ഹന്തും വജ്രം വജ്രധരോരുഷാ. അങ്ങനെ പെട്ടെന്ന് കോപം വന്നിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധാരിയായിട്ടുള്ള ദേവ ഇന്ദ്രൻ രണേ പരൈ അഭ്യർത്ഥിതം, ഇപ്രകാരം ശത്രുക്കളാൽ മർദ്ദിക്കപ്പെട്ട തൻ്റെ പ്രധാനാം സ്വസൈന്യത്തെ നിരീക്ഷ്യ കണ്ടിട്ട് രുഷാ രിപും ഹന്തും, തൻ്റെ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് വജ്രം ഉദയച്ചൽ ഓങ്ങി. സ തേനൈവാഷ്ടധാരേണ ശിരസീബലപാകയോ ജ്ഞാതീനാം പശ്യതം രാജൻ ജഹാരജനയൻ ഭയം. ഹേ പരീക്ഷിതേ, സ ആ ഇന്ദ്രൻ പശ്യതാം ജ്ഞാതീനാം ഭയം ജനയൻ, ഇങ്ങനെ ആ ഇന്ദ്രൻ്റെ പരാക്രമം കൊണ്ട് ആ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്വജനങ്ങൾക്ക്, അതായത് അസുരന്മാരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഭയത്തെ ജനിപ്പിക്കുമാറ് അഷ്ടധാരേണ 8 വശത്തും കൂർത്ത മുനകളുള്ള തേന ആ വജ്രം കൊണ്ട് തന്നെ ബലപാകയോ ശിരസി ജഹാര, ബലന്റെയും പാകന്റെയും ശിരസ്സുകൾ അങ്ങോട്ട് മുറിച്ചു. നമുചി തദ്വദം ദൃഷ്ട്വാ ശോകാമർഷരുഷാന്വിത ജിഗം സുരീന്ദ്ര നൃപതേ ചകാരപരമോദ്യമം. ഹേ പരീക്ഷിത്തെ, തദ്വധം ദൃഷ്ട്വ, അവരുടെ തൻ്റെ ചങ്ങാതിമാരുള്ള 2 ബലന്റെയും പാകന്റെയും വധം കണ്ടിട്ട് നമുചി ശോകാമർഷരുഷാന്വിത, സങ്കടവും ക്രോധവും സഹിക്കവയ്യാണ്ട് എന്ത് ചെയ്തു? ഇന്ദ്രനെ വധിക്കാൻ ഇച്ഛിച്ചിട്ട് പരമോദ്യമം, കഠിന ശ്രമം അങ്ങോട്ട് ചെയ്തു. അശ്മസാരമയം ശൂലം ഖണ്ഡാവൽ ഹേമഭൂഷണം പ്രഗൃഹ്യാഭ്യദ്രവൽ ക്രുദ്ധോ ഹതോസീതി വിസർജയൻ പ്രാഹിണോൽ ദേവരാജായ നിനദൻ മൃഗരാടിവാ. കോപിച്ചുകൊണ്ട് ക്രുദ്ധ അവൻ അശ്മസാരമയം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതും ഒരു കിലുങ്ങുന്ന മണികൾ കെട്ടിയിട്ടുള്ളതും ഹേമഭൂഷണം സ്വർണ്ണ അലങ്കൃതവുമായിട്ടുള്ള തൻ്റെ ശൂലത്തെ കയ്യിലെടുത്തിട്ട് ഹതാനിത, നിന്നെ ഞാൻ ഇതാ കൊല്ലാൻ പോവാണ്, അല്ലെങ്കിൽ നീ കൊല്ലപ്പെട്ടവനായി ഇതി വിതർജ്ജ, ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ട് മൃഗരാടിവ നിനതൻ, സിംഹത്തിൻ്റെ പോലെ അതിനെ അലറിക്കൊണ്ട് അഭ്യദ്രവൽ നേരിട്ട് ഓടിച്ചെന്ന് ദേവരാജായ പ്രാഹിണോൽ, ദേവരാജനായിട്ടുള്ള ഇന്ദ്രൻ്റെ നേർക്ക് അങ്ങോട്ട് ആ ശൂലത്തെ അങ്ങ് പ്രയോഗിച്ചു. തദാപതൽ ഗഗനതലേ മഹാജപം വിചിച്ഛിരേ ഹരിഷുഭി സഹസ്രതാ തമാഹനൽ നൃപ
കുലിശേന കണ്ഠരേ രുഷന്വിത ത്രിദശപതി ശിരോഹരൻ. ഹേ നൃപ പരീക്ഷിത്തെ, മഹാജവം ഗഗനതലെ ആപതൽ, ഇങ്ങനെ മഹാജവം വളരെ വേഗത്തില് ആകാശത്തിലൂടെ വന്നു വരുന്ന തൽ ഹരി, അതിനെ ആ ശൂലത്തിനെ ഹരി ഈഷുഭി സഹസ്രത, തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ആയിരക്കണക്കായിട്ട് അയാൾ മുറിച്ച് കളഞ്ഞു, കഷ്ണം കഷ്ണാക്കി തീർത്തു എന്നിട്ടോ വിജിച്ചിരേ. അതിനുശേഷം കോപാക്രാന്തനായിട്ടുള്ള ത്രിദശപതി ദേവരാജാവ് ശിരഹരൻ, അവൻ്റെ ശിരസ് മുറിക്കാനായിട്ട് കുലിശേന തം കന്ധരെ അഹനൽ, അവൻ്റെ കഴുത്തിൽ തന്നെ വജ്രായുധം പ്രയോഗിച്ചു, അവൻ്റെ കഴുത്ത് മുറിക്കാൻ വേണ്ടിയിട്ട്. ന തസ്യ ഹി ത്വജമവി വജ്ര ഊർജിതോ വിഭേദയ സുരപതിനോ ഊജസേരിത തദ്ഭുതം പരമധീര്യമൃത്രവിൽ തിരസ്കൃതോ നമുജി ശിരോധരത്വച. സുരപതിന ഓജസ ഈരിത, ഇങ്ങനെ ആ ദേവേന്ദ്രനാൽ വളരെ ശക്തിയോടെ പ്രയോഗിക്കപ്പെട്ട ഊർജിത വജ്രഹി, ഊർജസ്വലമായിട്ടുള്ള ആ യാതൊരു വജ്രായുധം. തസ്യ ത്വജമപി, ആ നമുജിയുടെ ഒരു തൊലി പോലും മുറിച്ചില്ല എന്ന വിവേദ എന്ന് പറയാണ്. അതിവീര്യവൃത്രഭിൽ, മഹാവീരശാലിയായിട്ടുള്ള വൃത്രനെ തുണ്ടമാക്കിയിട്ടുള്ള ആ വജ്രായുധം നമുജി ശിരോധരത്വ, നമുജിയുടെ കഴുത്തിലെ തൊലിയാൽ തിരസ്കൃത, നിസ്സാരമാക്കപ്പെട്ടതിൽ തത്പരം അത്യന്തം അത്ഭുതമായി എന്ന് പറയുകയാണ്. ഒരു കഷ്ണം, ഒരു ചെറിയൊരു പോറൽ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല നമുജിക്ക്, നമുജിയുടെ ശരീരത്തിലെ കഴുത്തിലെ ആ വജ്രായുധം കൊണ്ട്. അപ്പോഴേക്ക് ഇന്നലെ അത്ഭുതമായി. തസ്മാദിന്ദ്രോ വിവേൽ ഛത്രോർ വജ്ര പ്രതിഗതോ യദം കിമിതം ദൈവയോഗേന ഭൂതം ലോകവിമോഹനം യഥ വജ്ര പ്രതിഹത. അങ്ങനെ ആരിൽ നിന്ന് വജ്രായുധം പരാജയപ്പെട്ടുവോ തസ്മാൽ ശത്രു, ആ ശത്രുവിൽ നിന്ന് ഇന്ദ്ര അഭിഭൽ, എന്നാണ് ആ ഇന്ദ്രന് പേടിയായി എന്ന് പറയുകയാണ്. കാരണം അഭിഭേൽ, അതായത് ഇന്ദ്രന് ഭയന്നു പോയി. കാരണം ഈ തൻ്റെ വജ്രായുധം കൊണ്ട് ഇവനെ മുറിക്കാൻ പറ്റുമെങ്കിൽ ഇവൻ്റെ ശക്തി എത്ര ഉണ്ടായിരിക്കണം, അതാണ് പേടിച്ചു തന്നിട്ടോ. ദൈവയോഗേന ലോകവിമോഹനം ഭൂതം ഇതം കിം, ഈശ്വരേച്ഛ കൊണ്ട് ഇങ്ങനെ ലോകത്തിനെ മുഴുവൻ അമ്പരിപ്പിക്കുമാറുണ്ടായിട്ടുള്ള ഈ ഭൂതം ഏതാണെന്നൊന്നങ്ങനെ ചിന്തിച്ചു ഇന്ദ്രൻ എന്ന് പറയുകയാണ്. ഏനമേ പൂർവമദ്രീണം പക്ഷച്ഛേദ പ്രജാത്യയേ കൃതോതി വിശദാംഭാരൈ പതത്രൈ പതതം ഭുവി തവ സാരമയം ത്വാഷ്ട്രം വൃത്രോ യേന വിഭാടിത അന്യേ ചാഭിലോപേദ സർവാസ്ത്രൈരക്ഷതത്വജ സ്വയം പ്രതിഹതോ വജ്രോ മയാ മുക്തോ സുരേൽപകേ നാഹം തദാദദേ ദണ്ഡം ബ്രഹ്മതേജോപ്യകാരണം. എന്താണ് ഇന്ദ്രന്റെ ചിന്ത എന്നാണ് പറയണത്. ഏന രണ്ട് എൻ്റെ ഈ വജ്രായുധത്തിൻ്റെ ശക്തിയെ പറ്റി എന്തെന്ന് ചിന്തിക്കുകയാണ്. ഏനമേ പൂർവം അദ്രീണം പക്ഷച്ഛേദ, പണ്ട് ഈ വജ്രായുധം കൊണ്ട് പണ്ട് ഞാൻ ചിറകുകളുണ്ടായിരുന്ന പർവ്വതങ്ങളിലേക്ക് അവരിലേക്കാം ചിറകുകൾ മുറിച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? പ്രജാത്യയെ, ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, വംശനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ കൃതോ നിവിശദാംഭാരൈ പതത്രൈ പതതംഭുവി, അങ്ങനെ പക്ഷികളെ പറന്നു കിടക്കുകയായിരുന്നു ഈ പർവ്വതങ്ങളെ. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അതിനു പുറമേ ഏന മേ പക്ഷച്ഛേദ കൃത ചെയ്യപ്പെട്ടു. അതുമാതിരി അതേമാതിരി തന്നെ തപസ്സാരമയം ത്വാഷ്ട്രം വൃത്രോയേന വിപാടിത, ത്വഷ്ടാവിൻ്റെ ആ പുത്രനായിട്ടുള്ള വൃത്രാസുരനെ ഈ വജ്രായുധം കൊണ്ടാണ് ഞാൻ വധിച്ചത്. എന്തുകൊണ്ട്? ആ വജ്രായുധത്തിൻ്റെ മഹത്വം എന്താണ്? തപസ്സാരമയം, ആ ദദീജി മഹർഷിയുടെ ആ തപസ്സിൻ്റെ ശക്തിയും ഭഗവാന്റെ അനുഗ്രഹം കൂടിയുള്ള അതുകൊണ്ടാണ് അക്ഷതത്വച ഇങ്ങനെതായിട്ടുള്ള ആ ഇതിൽ മുറിയാൻ കഴിയാത്ത അദ്ദേഹത്തിനെ ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറ്റി എനിക്ക് എൻ്റെ വജ്രായുധം കൊണ്ട്. നേതോ സ്വയം പ്രതിഹതോ വജ്രോ മയാമുക്തോ സുരേൽപകേ നാഹം തത് അതതേ ദണ്ഡം. എന്നാലോ ഇപ്പം എനിക്കുണ്ടല്ലോ ഈ ഒരു പുറന്തൊലിക്ക് പോലും പോറലൊൽക്കാണ്ട് ബലശാലികളായിട്ടുള്ള മറ്റനേകം പേര് നിഗ്രഹിക്കപ്പെട്ടുവോ. ഈ വജ്രായുധം ഈ അതിനിസ്സാരനായിട്ടുള്ള അസുരനിൽ എന്നാൽ പ്രയോഗിക്കപ്പെട്ടപ്പോൾ അവനിൽ ഏശാണ്ട് എങ്ങനെ ഉണ്ടായി? വെറും ഒരു വടിമാതിരി, ഒരു ദണ്ഡമാതിരി ആയിത്തീർന്നു പറയുകയാണ്. ദദീജിയുടെ ബ്രഹ്മതേജസ്സിന് പോലും ഫലിക്കാതായല്ലോ, കഷ്ടം. ഞാൻ ഈ വജ്രം എടുക്കണേ ഇല്ല എന്നൊക്കെ അങ്ങോട്ട് ഇതിന് തോന്നാ. അതേ ഇനി എടുക്കുകയില്ല എന്നൊക്കെ തോന്നുകയാണ്. എടുത്തിട്ട് ഇപ്പം എന്താ കാര്യം എന്നുള്ള ഭാവത്തിൽ. ഇതി ചക്രം വിഷീദന്തം ആഹവാശരീരിണി നയം ശുഷ്കൈരഥോ മാർഗൈ വദമർഹതിദാനവ. ഇങ്ങനെ ഇന്ദ്രൻ
ഇങ്ങനെ ശക്രം വിഷീദന്തം അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആഹവാഗ അശരീരിണി ഒരു അശരീരി വാക്കാണ് കേട്ടു എന്നാണ് പറയുന്നത്. എന്താണ്? അയം ദാനവ, ഈ അസുരൻ ശുഷ്കൈ ഉണങ്ങിയവയാൽ ന വധമർഹതി, വധത്തെ അർഹിക്കുന്നില്ല. അതോ പിന്നെ ആർദ്രൈ നനഞ്ഞവയായും ഇല്ല എന്നങ്ങനെ ഒരു വരണ്ടെന്ന് പറയണത്. അതായത് ഉണങ്ങിയത് കൊണ്ടോ നനഞ്ഞതായിട്ടുള്ള ഒന്നുകൊണ്ടും ഇവന് വധം ലഭിക്കില്ല എന്ന് പറഞ്ഞൊരു വരണ്ടെന്ന് പറയുകയാണ്. അതാണ് ഇതിനോട് അശരീരമായിട്ട് പറഞ്ഞ് മയാസ്മൈയദ്വരോദത്തോ മൃത്യുർനൈവാർദ്രശുഷ്കയോ അവ അന്യശ്ചിന്തനീയസ്തേ ഉപായോ മഘവൻ വിഭോ. അതുകൊണ്ട് മഘവൻ അശരീരിൽ പറഞ്ഞത് ആരാണ്? ബ്രഹ്മാവാണ് പറഞ്ഞത്. മയാ ആസ്മൈ, ഞാൻ ഇവന് വരം കൊടുത്തിട്ട് എങ്ങനെയാണ്? ആർദ്ര ശുഷ്കയോ നനഞ്ഞതോ ഉണങ്ങിയതോ ആയിട്ടുള്ളവയാൽ മൃത്യു ന ഏവ, മരണമുണ്ടാകുകയില്ല എന്നുള്ള വരം ദത്ത നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ രിപോ അന്യ ഉപായ തേ ചിന്തനീയ, ഈ ശത്രുവിൻ്റെ വധത്തിന് വേറെ വല്ല ഉപായവും അങ്ങ് ചിന്തിക്കേണ്ടതാണ് എന്നാണ് അശരീരി കേട്ടത്. താം ദേവീം ഗിരമാകർണ്യ മഘവൻ സുസമാഹിത ജായൻ പേനമതാവശ്യ ഉപായമുഭയാത്മകം. താം ദൈവീം ഗിരം, ആ ദേവവാക്യം ആകർണ്യ കേട്ടിട്ട് മഘവാൻ ഇന്ദ്രൻ പെട്ടെന്ന് സുസമായ ഏകാഗ്രതയോടെ ധ്യാനിച്ചുകൊണ്ട് ഉഭയാത്മകം ഫേനം ഉപായം അവശ്യൽ, എന്താണ്? രണ്ടും ഉൾക്കൊള്ളുന്ന, നനഞ്ഞതുമല്ല നല്ലോ ഉണങ്ങിയതുമല്ല. അതെന്താണ്? നൊരയും പതിയിൽ, ജലത്തിലുള്ള നൊരയും പതിയില്ലേ, അത് ഉണങ്ങിയതാണെന്ന് പറയാൻ വയ്യ, നനഞ്ഞതാണെന്ന് പറയുക, അങ്ങനെയുള്ള അതിനെ കണ്ടുകൊണ്ട് അതാണ് ഈ കടൽ നിറയെ വധോപായമായിട്ട് ഉപായം അവശ്യൽ കണ്ടെത്തി എന്ന് പറയുകയാണ്. പാലാഴി തീരത്തല്ലേ യുദ്ധം, അവിടെ സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ തിരകൾ വരുന്നുണ്ട്. ശുഷ്കേണ ചാർദ്രേണ ജഹാര നമുജേശ്വര തം ദുഷ്ടുമുനിഗണ മല്ലൈശ്ചാവാകിരൻ വിഭും. ഇങ്ങനെ ഉണങ്ങിയത് കൊണ്ടല്ല നനഞ്ഞതും അല്ലാണ്ടുള്ള ഈ നമുജേ ശിര എന്താണ് ഈ സമുദ്രത്തിലെ നുരപതകളെ കൊണ്ട് നമുജിയുടെ ശിര ജഹാർ തലയെറുത്തു. എങ്ങനെയാണ്? അതിലേക്ക് തൻ്റെ വജ്രായുധത്തിൻ്റെ ശക്തിയിൽ പ്രയോഗിച്ചിട്ട് ആ സമുദ്രത്തിലുള്ള നൊരയും പതി അങ്ങോട്ട് ഈ നമുജിയെ നേരിക്കാണ്ട് എറിയുക ചെയ്തത്. അതിനോട് കൂടിയിട്ട് നമുജിയുടെ ശിര തലയും കണ്ട് അറുത്തു. വിഭും തം, ആ പ്രഭാവശാലിയായിട്ടുള്ള ഇന്ദ്രനെ മുനിഗണ തുഷ്ടുവു, മുനിഗണങ്ങളൊക്കെ സ്തുതിക്കുകയും മാല്യയിൽ അവാകിരഞ്ച പൂമാലകളെ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു. ഈ നമുജിയെ നൊരപതയെ കൊണ്ടാണ് കൊന്നതെന്നുള്ളത് വേദത്തിലുള്ള കഥയാണെന്നാണ് പറയുന്നത്. അപാം ഫേനേന നമുജേ ശിര ഇന്ദ്രോദവർത്തയൽ എന്ന് ശ്രുതിവാക്യം ശ്രീധരാചാര്യ ഉദ്ധരിക്കുന്നുണ്ട്. ഗന്ധർവമുഖ്യോ ജഗതുർ വിശ്വാവസുവരാവസു ദേവദന്തുവയോ നേതുർ നർത്തക്യോ നൃതുർമുദ. ഇങ്ങനെ നമുജി മതിച്ച സമയത്ത് ഗന്ധർവമുഖ്യവും, ഗന്ധർവന്മാരിൽ മുഖ്യരായിട്ടുള്ള വിശ്വാവസുവും പരാവസുവും മുദാ ജഗതു, മോദത്തോടു കൂടിയിട്ട് അങ്ങനെ ഗാനം ആലപിക്കാൻ തുടങ്ങി. ദേവദുന്തുവയ നേതു, ദേവദുന്തുവികളൊക്കെ മുഴങ്ങാൻ തുടങ്ങി. നർത്തക്യ മുദാ നൃതു, അവരെ ദേവനർത്തികളെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി നൃത്തമാടാൻ തുടങ്ങി. അന്യേപ്യേവം പ്രതിദ്വന്ദ്വൻ വായുഅഗ്നിവരുണാദയ സൂതയാമാസുരസ്ത്രൗകൈർ മൃഗാൻ കേസരിണോ യഥാ. ഈ സമയത്ത് വായു, അഗ്നി, വരുണൻ തുടങ്ങിയിട്ടുള്ള മറ്റു ദേവന്മാര് എന്ത് ചെയ്തു? കേസരിണ മൃഗാൻ, സിംഹങ്ങള് മാനുകളെ എന്ന പോലെ തങ്ങളുടെ എതിർത്ത് വരുന്ന ശത്രുക്കളെ അസ്ത്രൗകൈ സൂതയാമാസു, അസ്ത്ര സമൂഹത്താൽ കൊന്നൊടുക്കാൻ തുടങ്ങി എന്ന് പറയാണ്. ആ സമയത്ത് ബ്രഹ്മണാ പ്രേക്ഷിതോ ദേവാൻ ദേവർഷിൻ നാരദോ നൃപ വാരയാമാസ വിബുധൻ ദൃഷ്ട്വാ ദാനവ സംശയം. ഈ വർദ്ധിച്ച ഊക്കോട് കൂടിയിട്ട് ദേവന്മാര് അസുരന്മാരെ അങ്ങനെ അരിഞ്ഞ് തള്ളാൻ തുടങ്ങിയപ്പോൾ, രാജാവേ, ദാനവ സംശയ, അസുരന്മാർക്ക് വംശനാശം വരുമെന്ന് കണ്ടിട്ട് ദൃഷ്ട്വാ ബ്രഹ്മണ ദേവാൻ പ്രതി, ബ്രഹ്മാവ് ദേവന്മാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷിത അയക്കപ്പെട്ടുള്ള ദേവർഷി നാരദ, ദേവർഷിയായുള്ള ശ്രീനാരദൻ ദേവന്മാരെ തടഞ്ഞു. മതി ഇനി യുദ്ധമൊക്കെ നിർത്തൂ എന്ന് പറഞ്ഞു. എന്താണ് നാരദ ഋഷി പറഞ്ഞത്? നാരദ ഉവാച ഭവദ്ഭിരമൃതം പ്രാപ്തം നാരായണ ഭുജാശ്രയൈ ശ്രിയാ സമേതിദാ സർവ
ഉപാരമത വിഗ്രഹാൽ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ കൊന്നു കൊടുക്കണത്? നിങ്ങളുടെ ആഗ്രഹമൊക്കെ സാധിച്ചില്ലേ? ജരാനര വന്ന് ബാധിച്ചു. അതെല്ലാം നാരായണ പൂജ ആശ്രയായി മഹാവിഷ്ണുവിൻ്റെ കൈകളെ ആശ്രയിച്ചുള്ള ഭവാന്മാരാൽ അമൃതം പ്രാപ്തം, അമൃതം നേടി അത് പാനം ചെയ്തിട്ട് ജരാനരകളൊക്കെ പൂവും ചെയ്തു. പിന്നെ എല്ലാവരും സർവേ ശ്രിയാ സമേധിത, എല്ലാവരും ഐശ്വര്യത്താൽ അഭിവൃദ്ധി പ്രാപിച്ചവരുമായി. ഇനി ഈ വിഗ്രഹാൽ ഉപാരമത, ഈ യുദ്ധത്തിൽ നിന്ന് വിരമിച്ചാലും എന്നാണ് നാരദ മഹർഷി ബ്രഹ്മാവിന്റെ വാക്കുകളായിട്ട് പറഞ്ഞത്. ശ്രീശുവാച സംയമ്യമനുസംരംഭം മാനയന്തോ മുനേർവച ഉപഗീയമാനാനുചരൈര്യയു സർവേ ത്രിവിഷ്ടവം. അവരെല്ലാവരും തന്നെ, അതായത് ദേവന്മാരെല്ലാവരും മുനേ വച മാനയന്ത, ആ മഹർഷി ദേവർഷി നാരദന്റെ വാക്കുകളെ മാനിച്ചുകൊണ്ട് മഞ്ഞു സംരംഭം, കോപത്താലുണ്ടായിട്ടുള്ള പരാക്രമം സംയമ്യ, ശമിപ്പിച്ച് സംയമനം പാലിച്ചിട്ട് ഉപഗീയമാന അനുജരെ പാടിപ്പോർത്തുന്ന തങ്ങളുടെ അനുയായികളോട് കൂടിയിട്ട് ത്രിവിഷ്ടവം യയു, ദേവലോകത്തിലേക്ക് അങ്ങോട്ട് യാത്രയായി ജയഗാഥകൾ പാടുന്ന അനുചരന്മാരോട് കൂടിയിട്ട് അവരെല്ലാവരും തിരിച്ച് ദേവലോകത്തിലേക്ക് പോയി. അസുരന്മാരോ ഏവശിഷ്ടാരണേ തസ്മിൻ നാരദാനുമവേനതേ ബലിം വിപന്നമാദായ അസ്തം ഗിരിമുപാഗമൻ. തസ്മിൻ രണേ യേ അവശിഷ്ട, ആ യുദ്ധത്തില് അസുരന്മാരാരൊക്കെ അവശേഷിച്ചിരുന്നുവോ തേ അവർ നാരദാനുമതേന, നാരദ മഹർഷിയുടെ നിർദ്ദേശാനുസരണം വിപന്നം ബലിം, ആ മൃതനായിട്ടുള്ള മഹാബലിയെ ആദായ എടുത്ത് അസ്തമയ പർവ്വതത്തിലേക്ക് പോയി എന്ന് പറയുകയാണ്. അവിടെയാണ് അസുരന്മാരെല്ലാവരും കൂടി ബാക്കിയുള്ളവരെ കൂടി അവിടെ കൂടിച്ചേർന്നത്. അവിടെ തത്രാവിനഷ്ടാവയവൻ വിദ്യമാന ശിരോധരൻ ഉശനാജീവയാമാസ സഞ്ജീവിന്യാ സ്വവിദ്യയാ. തത്ര, അവിടെയുള്ളവരിൽ അവിനഷ്ട അവയവൻ, അംഗഭംഗം വരാത്തവരും വിദ്യാമാന ശിരോധരൻ, തലകളോടുള്ളവരുമായവരെ ഉശന ശുക്രമഹർഷി സഞ്ജീവിന്യ സ്വവിദ്യ, സഞ്ജീവനി എന്ന് പേര്, മൃത സഞ്ജീവിനി എന്നുള്ള തൻ്റെ വിദ്യ കൊണ്ട് ജീവയാമാസ, ജീവിപ്പിച്ചു എന്ന് പറയാണ്. ബലിശ്ചോസനസാസ്പൃഷ്ട പ്രത്യാവന്നേന്ദ്രിയസ്മൃതി പരാജിതോ വിനാഖിദ്യൽ ലോകതത്വവിചക്ഷണ. ഉശനസാ സ്പൃഷ്ട, ആ ബലിച്ച ആ ശുക്രമഹർഷിയെ ഒന്ന് സ്പർശിച്ചപ്പോൾ തന്നെ മഹാബലിയും പ്രത്യാപന്ന ഇന്ദ്രിയസ്മൃതി, വീണ്ടെടുക്കപ്പെട്ട ഇന്ദ്രിയ ശക്തിയോടും ഓർമ്മശക്തിയോടും കൂടി ലോകതത്വ വിചക്ഷണ, ലൗകികം എന്തെന്ന് നന്നായി അറിയുന്ന അദ്ദേഹം പരാജയപ്പെട്ടുവെച്ചാലും അതിൽ അഖിദ്യൽ ച, അതിൽ ഒട്ടും വ്യസനിക്കുണ്ടായില്ല എന്ന് പറയുകയാണ്. അതായത് ഈശ്വര സൃഷ്ടിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒരു അത് എന്താണ് ചില സമയത്ത് ജയം വരും, ചില സമയത്ത് പരാജയം വരും എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. അത് അറിയും, അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അപ്പം തന്നെ കുറേ സൂചിപ്പിച്ചത് എന്നാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ സംഗ്രാമേ ഏകാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ ശുക്രാചാര്യർക്ക് ഈ മൃതസഞ്ജീവനി വിദ്യ സാക്ഷാൽ പരമേശ്വരനിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് പറയുക. അങ്കിരസ് ഭൃഗു അതിനുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തൻ്റെ പുത്രനായുള്ള ബൃഹസ്പതിയും ഭൃഗുപുത്രനായുള്ള ശുക്രനെയും ഒരുമിച്ച് വിദ്യാഭ്യാസം നടത്തി. ശുക്രന് ഗുരു തന്നെ അവഗണിക്കണമെന്നൊരു തോന്നലുണ്ടായ സമയത്ത് ബ്രഹ്മാവിനോട് കാര്യം പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം ശുക്രൻ പരമേശ്വരനെ ഗുരുവായിട്ട് വരിച്ച് മഹാദേവനിൽ നിന്നാണ് ബ്രഹ്മാവിന് പോലും അറിവില്ലാത്ത ഈ മൃതസഞ്ജീവനി വിദ്യ അഭ്യസിച്ചത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ബ്രാഹ്മപുരാണത്തിലുണ്ട്. ആ അവിടെ അതുകൊണ്ട് ഗംഗാതീരത്തിൽ വെച്ചിട്ടാണ് അത്രേ പരമേശ്വരൻ ഈ സഞ്ജീവനി വിദ്യ അദ്ദേഹത്തിന് ഉപദേശിച്ചത്. അതുകൊണ്ട് അവിടെ സഞ്ജീവനി തീർത്ഥം എന്നൊരു തീർത്ഥമുണ്ട് അവിടെ ആ സ്ഥലത്ത്. ഈ യുദ്ധത്തിൽ പരാജയം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മഹാബലിക്ക് നീ തീരെ നൈരാശ്യതല്ലേ. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ എന്നൊക്കെ ഗീതയിലെ ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയും. അപ്പോൾ ആ ദുഃഖേഷു ഒട്ടും വിഷമില്ലാത്ത ആളെന്നുള്ള രീതിയാണ്. ഇനി സുഖം വരുമ്പോഴുള്ള ഇതിലൊക്കെ മഹാബലിയുടെ മഹത്വം മെല്ലെ മെല്ലെ ഇപ്പം തന്നെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.